യെസ്, ഓൺ റോഡ് 16 ലക്ഷം രൂപക്ക് കിട്ടുന്ന ന്യൂ ഹോണ്ട സിറ്റി ആണ് ഈ കാണുന്നത്. വി എന്ന് പറയുന്ന സെക്കൻഡ് വേരിയന്റ് ആണ്. അതിന്റെ മാനുവൽ ആണ് നമുക്ക് 16 ലക്ഷത്തിന് കിട്ടുക. ഈ ഒരു വേരിയന്റ് തൊട്ടാണ് ഓട്ടോമാറ്റിക്കും ഹോണ്ട സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് താഴെ SV എന്ന് പറയുന്ന ഒരു ബേസ് വേരിയന്റ് ഉണ്ട്. അതിൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരിക്കില്ല. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഏകദേശം 1,26,000 രൂപ മാനുവലിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതിന്റെ വില 17,26,000 രൂപ ഓൺ റോഡ് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കളറിൽ വേറെ ലെവലായിട്ടുള്ള ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് തോന്നുന്ന രൂപത്തിലാണ് ഡിസൈനിങ് വന്നിട്ടുള്ളത്. തൊട്ടപ്പുറത്തിന്റെ ഫുൾ ഓപ്ഷൻ നിൽക്കുന്നുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് വണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും ഫീൽ ചെയ്യില്ല. ഹോണ്ട എന്ന് പറയുമ്പോൾ മിനിമം, അതായത് ബേസ് വേരിയന്റ് ആണെന്ന് പറഞ്ഞാൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതങ്ങനെ ഫീൽ ചെയ്യാത്തത്. എന്തായാലും ബേസ് വേരിയന്റിൽ നിന്നും ഈ ഒരു സെക്കൻഡ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് 1.5 ലക്ഷം രൂപയോളാണ് കൂടുതൽ കൊടുക്കേണ്ടത്. ഹോണ്ട സിറ്റിയുടെ ബേസ് വേരിയന്റിന്റെ വില 14.5 ലക്ഷം രൂപയാണ്. 14,57,000 രൂപയ്ക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് കിട്ടും. മാനുവൽ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ആ ബേസ് വേരിയന്റ് എടുത്താൽ പക്ക വാല്യൂ ഫോർ മണിയാണ്. പക്ഷേ വെയിറ്റിംഗ് പീരീഡ് കൂടുതലായിരിക്കും, പെട്ടെന്ന് കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സെല് ചെയ്യാൻ പോകുന്ന വേരിയന്റ് ആണ് ഈ ഒരു വി എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനാണ് നമ്മൾ 16 ലക്ഷം പറഞ്ഞത്. എന്താണ് ചേഞ്ചസ് നോക്കിയാൽ മുൻവശത്ത് പ്രധാനമായിട്ട് ഫീച്ചേഴ്സിൽ നമുക്ക് വലിയ മാറ്റമില്ലായിരിക്കില്ല. പ്രധാന മാറ്റം നമുക്ക് മുൻവശത്ത് പറയാനുള്ളത് അഡാസ് വരും എന്നുള്ളതാണ്. ഹോണ്ട സെൻസിങ് എന്ന് പറയുന്ന അഡാസിന്റെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിന്റെ റഡാർ സിസ്റ്റം, ക്യാമറ ഒക്കെ നമുക്ക് അവിടെ കാണാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അലോയ് വീൽസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇത് നമുക്ക് വീലാണ്, അതായത് ബേസ് വേരിയന്റ് എടുക്കുന്നവർക്ക് നോർമൽ സ്റ്റീൽ വീലായിരിക്കും. ടയർ സൈസ് സെയിം ആണ് കേട്ടോ. 185-60 പ്രൊഫൈലുള്ള 15 ഇഞ്ചിന്റെ വീലായിരിക്കും. പക്ഷേ ഇതിൽ നമുക്ക് അലോയ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കി സെറ്റ് പ്രൊഫൈലൊക്കെ സിമിലർ ആണ്. ഇനി മാറ്റം വരുന്നത് ഏറ്റവും പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈലിലെ അമ്യൂണിറ്റേക്ക് നമ്മൾ ആക്സിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പോർട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ക്ലിയർ ലെൻസ് ആയിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്ന രൂപത്തിൽ ഡിസൈൻ. ഇത് നമുക്ക് ഈ ഒരു വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ബൂട്ടിന്റെ ഈ ഭാഗത്തായിട്ട് ഈ ഒരു ഗ്ലോസി ബ്ലാക്കിന്റെ ഈ ഒരു പീസ്, ഇത് നമുക്ക് വീലുണ്ടായിരിക്കും. ബേസ് വേരിയന്റ് എടുക്കുന്നവർക്ക് ഉണ്ടാവില്ല. ഇത് പക്ഷേ നല്ല രസമായി വന്നിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആവുകൊണ്ട് പെട്ടെന്ന് അറിയാത്തതാണ്. മറ്റുള്ള ബോഡി കളറിലാണെങ്കിൽ ഇത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് നിന്നേനെ എന്ന് പറയാം. റിയർ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ബേസ് വേരിയന്റ് എടുത്താലും ഇതിൽ കിട്ടുന്ന എല്ലാ ഫീച്ചറും ഉണ്ടായിരിക്കും. ഇനി ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ പോലെയുള്ള കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബാക്കി ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ് വരിക. വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് നമുക്ക് ഈ ഒരു 1.5 ലക്ഷം രൂപയോളം കൂടുതൽ കൊടുത്ത് രണ്ടാമത്തെ വേരിയന്റിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഫീച്ചേഴ്സ്. വെറുതെ വിരലുണ്ടാവുന്ന ഫീച്ചേഴ്സ് നമുക്ക് മാറ്റം വരുന്നുള്ളൂ. അത്യാവശ്യം അഡാസ് കാര്യങ്ങളോ അലോയൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം വർത്തായിട്ടുള്ള വാല്യൂ ഉള്ള ഫീച്ചേഴ്സ് ആണ് എന്നും പറയാം. അപ്പോൾ മൊത്തത്തിൽ വീൽ എന്തൊക്കെയാണ് കിട്ടുക നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഓപ്ഷൻ കിട്ടുന്ന അതേ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. ബൈ പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് വിത്ത് LED DRLോട് കൂടി വരുന്നുണ്ട്. ഇവിടെ തന്നെയാണ് നമുക്ക് DRലും ഇവിടെ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്ററും വരുന്നത്. ഇനി ഒരു മാറ്റം വരുന്നത് ഈ ഒരു സെൻറ്ററിലെ പൊസിഷൻ ലാമ്പ് ഇലുമിനേറ്റഡ് അല്ല, ഇത് ചുമ്മാ ഡെമ്മി പീസ് ആണ്. ഇത് നമുക്ക് ഇതിന്റെ മുകളിലുള്ള ZXലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു ഭാഗത്തും ഇലുമിനേഷൻ ലഭിക്കുക എന്ന് പറയാം. അതിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു വേരിയന്റിൽ നിന്നും വീൽ നിന്നും 1,60,000 രൂപ കൊടുത്താൽ നമുക്ക് ZX കിട്ടുക. ഏറ്റവും ടോപ്പിന്റെ ZX പ്ലസ് എന്ന് പറയുന്നത് ZX നിന്നും 1,60,000 കൂടുതൽ കൊടുത്താലേ കിട്ടുക. ആ രൂപത്തിലാണ് ഏറ്റവും ടോപ്പിലേക്ക് മാനുവലൊക്കെ നോക്കുകയാണെങ്കിൽ 19 ലക്ഷം രൂപയുടെ റേഞ്ചിലേക്കാണ് പ്രൈസ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇനി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ താഴെ ബമ്പർ കാര്യങ്ങളൊക്കെ പുതിയ ഡിസൈനിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ബേസ് വേരിയന്റും വിയും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഇവിടെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ വരുന്നൊരു മാറ്റം എന്താ വെച്ചാൽ ഇതൊക്കെ പെയിന്റഡ് ആവുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു മാറ്റ് ബ്ലാക്കും അതുപോലെ ഗ്ലോസി ബ്ലാക്ക് രണ്ടും മിക്സ് ആയി കിടക്കുന്ന പോലെ ഉണ്ടാവും. അതുപോലെ ഈ ഒരു എയർവെന്റ് കർട്ടന്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഒരു പെയിന്റഡ് പാർട്ടല്ല. അപ്പോൾ ഇതൊക്കെ പെയിന്റഡ് ആയിട്ട് ഫുൾ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടായിരിക്കും നമുക്ക് ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ ZX മുതലുള്ള വാഹനം കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഇതുപോലെ ഉണ്ടായിരിക്കും. നമുക്ക് കണ്ടോ ആ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഇപ്പോൾ ഒരു പെയിന്റഡ് പാർട്ടാണ് കാണുന്നത്. നമുക്കവിടെ ഈ ഒരു കളറിന്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിലേക്ക് പോകുമ്പോഴുള്ള മാറ്റം നമുക്ക് എടുത്തു പറയാനുള്ളത്. പിന്നെ ഇതിന്റെ തൊട്ട് മുകളിലൊക്കെ ഒരു 1.60 കൊടുത്ത് ഇതിന്റെ മുകളിലുള്ള ZXലേക്ക് പോകുമ്പോൾ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൺറൂഫും നമുക്ക് ആ ഒരു വേരിയന്റ് ZX തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് രണ്ടാണ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് പോയാൽ കിട്ടുന്ന ഫീച്ചേഴ്സ്. താഴേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു അലോയ്സ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്ക് ആയിരിക്കും വരിക. ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് LED ഇൻഡിക്കേറ്ററോട് കൂടിയിട്ട് സൈഡ് മിറേഴ്സ് വരുന്നത്. അതിൽ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഡോറിലായിട്ട് അസിസ്റ്റീവ് ബട്ടൺ കാണാൻ സാധിക്കും. ഇത് VCVTയിൽ മാത്രം കിട്ടും. അതായത് ഈ ഒരു വേരിയന്റിന്റെ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ബേസ് വേരിയന്റ് മുതൽ നമുക്ക് പുഷ് ബട്ടൺ ഒക്കെ വരുന്നുണ്ട്, കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കീ പോക്കറ്റിലുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ലോക്ക് അൺലോക്ക് കാര്യങ്ങൾ, അതുപോലെ കീ നമ്മുടെ പോക്കറ്റിൽ ഇട്ടാൽ നമ്മൾ കുറച്ച് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വാഹനം ലോക്ക് ആവും. അത്ര ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് ലഭിക്കുക എന്ന് പറയാം. ഇനി സൈഡ് പ്രൊഫൈലിൽ പ്രത്യേകിച്ച്
ഒന്നും പറയാനില്ല, ഫീച്ചേഴ്സ് ആയിട്ട് എടുത്ത് പറയാനൊന്നുമില്ല. ഒരു ഷാർക്ക് ഫിൻ ആൻഡ് കാണാൻ സാധിക്കും, അതും ബേസ് വേരിയന്റ് മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡിഫോഗർ വരുന്നുണ്ട്, അതും ബേസ് വേരിയന്റ് മുതൽ ലഭിക്കുന്ന ഫീച്ചറാണ്. ഇനി റിയർ പ്രൊഫൈലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെയിന്റഡ് പാർട്ടിന്റെ ഡിഫറൻസ് വരും. ഇവിടെയൊക്കെ നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് ആണ് കാണുന്നത്, ഇത് ഗ്ലോസി ബ്ലാക്ക് ആയിട്ട് മാറുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഗ്ലോസി ബ്ലാക്ക് ആയിട്ട് മാറുന്നുണ്ട്. അത് മാത്രമേ അവിടെ വരുന്നൊരു മാറ്റം. പാർക്ക് സെൻസേഴ്സ് കാണാം, റിയർ വ്യൂ ക്യാമറ കാണാം, അതും ബേസ് വേരിയന്റ് മുതലുള്ള ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാം. ഹോണ്ടയുടെ ലോഗോ ഒക്കെ ഒരു ബ്ലാക്ക് കളറിനകത്താണ്. ഇത് ബ്ലാക്ക് ആയതുകൊണ്ടല്ല കേട്ടോ, നമ്മൾ ഏത് കളർ ഹോണ്ട സിറ്റി എടുത്താലും ബ്ലാക്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാക്കി ലോഗോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഹോണ്ടയുടെ ക്ലാസ് അറിയണമെങ്കിൽ ജസ്റ്റ് ട്രങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കണ്ടോ, ബേസ് വേരിയന്റ് എടുത്താലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ഭാഗത്തും മെറ്റൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനം കാണാനായിട്ട് പറ്റില്ല. ഇൻക്ലൂഡിങ് ഇത് ലിഡിന്റെ ട്രങ്ക് ലിഡിന്റെ ബാക്ക് സൈഡ് വരെ കവേർഡ് ആണ് വന്നിട്ടുള്ളത്. ഒരു ലേക്ക് കൊടുക്കുകയാണ് ഹോണ്ടയ്ക്ക്. അതുപോലെ തന്നെ സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പെയർ വീല് വന്നിട്ടുണ്ട്. അത് സ്പേസ് സേവർ ആണ്, അല്ല ഈ ഒരു വേരിയന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് സൈസാണ്. 185 60 പ്രൊഫൈലുള്ള 15 ഇഞ്ചാണ്. സോ നമുക്കത് സ്ഥിരം ഇട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു സ്പെയർ വീലിന്റെ ഉപയോഗം മാത്രമല്ല, ടയർ ഫുൾ ടൈം വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ഒരു ഡെലിവറിക്കുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഇതിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും സ്റ്റോക്ക് നമുക്ക് ഇത്തരത്തിലൊരു ബീച്ച് കളറിൻ്റെയാണ് വരിക. നമ്മുടെ ആംബ്രസ്റ്റിന്റെ ഭാഗത്തൊക്കെ ഒരു ഫാബ്രിക് ടച്ച് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കയറിയിരിക്കുകയാണെങ്കിൽ സ്പേസിൻ്റെ കാര്യം നമ്മൾ ഹോണ്ട സിറ്റിയിൽ എടുത്ത് പറയേണ്ടതില്ല. ഇഷ്ടംപോലെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിൻ വരുന്നുണ്ട്. പുറകിലേക്ക് AC വെന്റും 2 C-ടൈപ്പ് ചാർജിങ് പോർട്സ് വന്നിട്ടുണ്ട്. വലിയൊരു ക്യാബിൻ എന്ന് പറയാൻ നമുക്ക് ടോപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ സൺസൈഡ് കർട്ടൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അതിൻ്റെ ബാഡ്ജിങ് നമുക്കിത് ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. 3 ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകൾ, അതുപോലെ തന്നെ ഒരു ആംറസ്റ്റ്, സെൻട്രൽ ആംറസ്റ്റിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സോട് കൂടി വന്നിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണ്ട സീറ്റ് ഒരു റിയർ സീറ്റ്. ഇനി ഇതാണ് ഡാഷ്ബോർഡിൻ്റെ ഒരു ഫുൾ വ്യൂ. ഒരുപാട് വലിയ ഭീകരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇന്റീരിയറിൽ സംഭവിച്ചിട്ടില്ല, കൂടുതലും എക്സ്റ്റീരിയറിലാണ് മാറ്റങ്ങൾ, പഴയ സിറ്റിയെ അപേക്ഷിച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും മുൻവശത്ത് കയറി നോക്കാം. ഇതാണ് പുതിയ ഹോണ്ട സിറ്റിയുടെ കീ ഒക്കെ പഴയ സിറ്റിയുടെ ഇതുപോലെ തന്നെ ആയിരുന്നു. അതുപോലെ ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് ഈ ഒരു കീ തന്നെയാണ് ലഭിക്കുക. അതിൽ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ടായിരിക്കില്ല കേട്ടോ, അതായത് ലോക്ക് അൺലോക്കും ബൂട്ട് ഓപ്പണിംഗും ഉണ്ടായിരിക്കും. ഈ കാണുന്നത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് റിമോട്ടിൽ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. അത് ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ മാത്രം കിട്ടുന്ന ഫീച്ചറാണ്. ഒരു ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പവർ വിൻഡോ, അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫോൾഡ് ഫംഗ്ഷൻ കാണാം. ഇതിൽ ഡ്രൈവർ സൈഡ് നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആൻറ്റി പിഞ്ച് ഫംഗ്ഷൻ, നമ്മൾ അറിയാതെ നമ്മുടെ കൈ പെട്ടാലും ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആയി താഴേക്ക് പോകുന്ന ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. മാനുവലി ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു കൺട്രോൾ കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്, ആക്സിലേറ്റർ, അതുപോലെ ഒരു വലിയ ഡെഡ് പെഡല് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് അവകാശപ്പെടാനില്ല. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഒരു 7 സ്പീഡ് CVT ട്രാൻസ്മിഷനാണ് നമുക്ക് ഹോണ്ട സിറ്റിയിൽ ലഭിക്കുന്നതെന്ന് പറയാം. ഇവിടെ നമ്മുടെ മീഡിയ കൺട്രോൾസ് ആണ്. ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണ് പുഷ് ബട്ടൺ. ഓക്കെ, അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചു തന്നു നമ്മുടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു കൺട്രോൾസൊക്കെയാണ് ഇത്. അത് നമ്മുടെ വീല് ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് മാത്രമുള്ള ഫീച്ചറാണ്. ഇൻക്ലൂഡിങ് നമ്മുടെ അഡാസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫീച്ചർ കൂടിയാണിത്. നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്, അതുപോലെ തന്നെ ടെലിസ്കോപ്പി ഫംഗ്ഷൻ ഒക്കെ നമ്മുടെ സ്റ്റിയറിങ്ങിന് നൽകിയിട്ടുണ്ട്. MID നോക്കുകയാണെങ്കിൽ സെൻട്രലിൽ കുഞ്ഞ് MIDയും 2 സൈഡിലും അനലോഗ് ആയിട്ടാണ് നമ്മുടെ ഡിസ്പ്ലേ കിടക്കുന്നത്. നമുക്കിത് RPM കയറുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾസ് നമ്മൾ ഇവിടെ തന്നെയാണ് എടുക്കേണ്ടത്. ഹോം, അതുപോലെ തന്നെ ഇതിങ്ങനെ താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റ്, വാണിങ്, ഫ്യൂല്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് നമുക്കൊക്കെ ഇവിടെ അറിയാം എന്ന് പറയുന്നത്. ഡോറാണ് ഓപ്പൺ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമ്മളൊരു 16 ലക്ഷത്തിന് പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് അവിടെ വരുന്നുണ്ട് എന്ന് പറയാം. 8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ നിന്നും ZXലേക്ക് പോയി കഴിഞ്ഞാൽ 1,60,000 കൊടുത്താൽ നമുക്ക് 10.4 ഇഞ്ചിൻ്റെ സ്ക്രീനായിട്ട് മാറുന്നുണ്ട്. ഇതിൽ നമുക്ക് വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം മോശമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. ഇനി റിയർ വ്യൂ ക്യാമറയുടെ ഒരു ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ രൂപത്തിലാണുള്ളത്. വളരെ ഒരു 14 ലക്ഷത്തിനുള്ളതുണ്ടോ ചോദിച്ചാൽ ഇല്ല, ജസ്റ്റ് ഓക്കെ എന്ന് പറയാവുന്നൊരു ക്യാമറ എന്നേ പറയാനുള്ളൂ. അത്ര ഭീകര ക്വാളിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഹോണ്ടയുടെ വാഹനങ്ങളിൽ ഈ ഒരു റേഞ്ചാണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളതാണ്. പിന്നെ അതിൽ കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് AC-യുടെ ചുറ്റും നമുക്ക് ഇവിടെയൊക്കെ ഗ്ലോസി ബ്ലാക്ക് ഒക്കെ ZX-ലൊക്കെ കിട്ടും. ഇത് മൊത്തം ഒരു മാറ്റ് ഫിനിഷാണ് കാണാനുള്ളത് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കളർ ഡിഫറൻസ്, നടുവിലൂടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക്, അങ്ങനെ കുറച്ച് ഭംഗി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. ചെറിയ സ്റ്റോറേജ് ഏരിയ, USB ചാർജിങ്, അതുപോലെ നമ്മൾ ഇൻഫർടൈൻമെൻറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുറകിൽ കൊടുത്ത പോലെ ഇവിടെയും C-ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുക്കായിരുന്നു എന്ന് തോന്നി. കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതുപോലെ ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. CVT ആയതുകൊണ്ട് തന്നെ നമുക്ക് AMTയിൽ കാണുന്ന പോലെയല്ല പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട് എന്നിങ്ങനെയുള്ള
പല മോഡുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, സോഫ്റ്റ് ടച്ച് പാഡിങ്ങോട് കൂടിയിട്ടുള്ള സെൻറ്റർ ആംറസ്റ്റ്, ഡ്രൈവർക്ക് വരുന്നത് ഇതൊക്കെ ബേസ് വേരിയൻ്റ് തൊട്ടുള്ള ഫീച്ചേഴ്സാണ്. നമുക്ക് മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM, നമ്മുടെ മാപ്പ് ലാമ്പ്, ഒരു വൈറ്റ് പ്രകാശമല്ല, നോർമൽ ഹാലജനാണ് നൽകിയിട്ടുള്ളത്. ഇത്രയാണ് നമ്മുടെ ഹോണ്ട സിറ്റിയുടെ V വേരിയൻറ്റിൽ കിട്ടുന്ന ഫീച്ചേഴ്സ്. ഇതാണ് പുതിയ ഹോണ്ട സിറ്റിയുടെ എഞ്ചിൻ റൂം. എഞ്ചിനിലൊന്നും മാറ്റില്ല, നമുക്ക് പഴയ വാഹനത്തിലുണ്ടായിരുന്ന സെയിം ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് നമ്മുടെ IV ടെക് എന്ന് പറയുന്ന ഹോണ്ടയുടെ ടെക്നോളജി ഉപയോഗിക്കുന്നതാണ്. 121 PS 145 Nm ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുക. ഏകദേശം 17.7 കിലോമീറ്റർ ആണ് മാനുവലിനും ഓട്ടോമാറ്റിക്കിനൊക്കെ ഏകദേശം ക്ലെയിം ചെയ്ത കമ്പനി പറയുന്ന മൈലേജ് ഒക്കെ വരുന്നത് കേട്ടോ. സോ സേഫ്റ്റിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല, എല്ലാ ഫീച്ചേഴ്സും ബേസ് വേരിയന്റ് തൊട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഒന്നും നമുക്ക് വേറെ മാറ്റി വെച്ചില്ല. അതായത് 6 എയർ ബാഗ്, സൈഡ് കർട്ടൻ എയർ ബാഗ് അടക്കം 6 എയർ ബാഗ്, ABS, CBD, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, നമുക്ക് ഹിൽ ഹോൾഡ് അടക്കം ബേസ് വേരിയന്റ് തൊട്ട് മാനുവലിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി ഫീച്ചറാണ്, ഒരു ലൈക്ക് കൊടുത്താൽ മതിയാവുള്ളൂ. സോ 16 ലക്ഷത്തിന് ഇത്രയും ഫീച്ചേഴ്സോടുകൂടി വരുന്ന ഹോണ്ട സിറ്റി വെർത്താണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കുക. വാഹനം ഒന്ന് നേരിട്ട് കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും താഴെ കൊടുത്ത നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക.